നമസ്കാരം. രാജ്യത്തെ പിടിച്ചുലച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തലസ്ഥാനത്ത് നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം കൂടുതൽ സങ്കീർണവും നിർണായകവുമായ തലത്തിലേക്ക് മാറുകയാണ്. സമരത്തിന്റെ മുൻനിര പോരാളിയായിരുന്ന സോനം വാങ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി അഗ്മോ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയതും ഉപവാസം അവസാനിപ്പിക്കാൻ വാങ്ചുക് മുന്നോട്ട് വെച്ച പുതിയ ആവശ്യങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന വിഷയം ഉൾപ്പെടാത്തതും പ്രക്ഷോഭ രംഗത്ത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഇതോടെ BJP നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സോനം വാങ്ചുകിന് മനം മാറിയോ എന്ന ചോദ്യം ഉയരുകയാണ്. സോനം വാങ്ചുകിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഈ സമരം കുറെ കൂടി ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് സമീപം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ മിന്നൽ പ്രതിഷേധ സമരത്തെ തള്ളിക്കൊണ്ടാണ് സോനം വാങ്ചുകിന്റെ ഭാര്യയും സാമൂഹ്യ പ്രവർത്തകയുമായി ഗീതാഞ്ജലി അഗ്മോ രംഗത്തെത്തിയത്. ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു കോൺഗ്രസിന്റെ സമരം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് അവർ തുറന്നടിച്ചത്. ജൂലൈ 27-ന് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളും നടത്തിയ ധർണ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ളതായിരുന്നുവെന്ന് ഗീതാഞ്ജലി തുറന്നടിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ചേരുകയായിരുന്നുവെന്നും അവർ തുറന്നടിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയക്കാർ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വാങ്ചുകിനെയും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും ദുരുപയോഗം ചെയ്യുകയാണ്. എന്നാൽ ഇത് പഴയ ഇന്ത്യയല്ല, ഉണർന്ന പുതിയ ഇന്ത്യയാണ്. ജനങ്ങളെ ഇനിയും പറ്റിക്കാൻ കഴിയില്ല. ആത്മാർത്ഥതയില്ലാതെ നാടകം കളിക്കുന്ന രാഷ്ട്രീയക്കാരെ രാജ്യത്തെ യുവാക്കൾ തന്നെ പുറന്തള്ളും എന്നായിരുന്നു ഗീതാഞ്ജലിയുടെ വാക്കുകൾ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഷേവനിംഗ് സ്കോളർ കൂടിയായ ഗീതാഞ്ജലി കോക്രോച്ച് ജനതാ പാർട്ടി നയിക്കുന്ന ഈ വിദ്യാർത്ഥി മുന്നേറ്റം പൂർണ്ണമായി രാഷ്ട്രീയ മുക്തമാണെന്ന് ഊന്നി പറയുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. പാർലമെന്റാണ് ഉയർന്ന സ്ഥാപനം. വിദ്യാഭ്യാസത്തെ ഒരു മൗലിക വിഷയമായി പാർലമെന്റ് കാണണം. രാഷ്ട്രീയ അജണ്ടകളില്ലാതെ ആർക്കും പിന്തുണയ്ക്കാം. എന്നാൽ സ്വന്തം ലാഭത്തിനായി എത്തുന്നവർ വഴിയരികിൽ തള്ളപ്പെടും. കാരണം ആത്മാർത്ഥതയിലും വിശുദ്ധിയിലും അധിഷ്ഠിതമായി ഉണ്ടായ സമരമാണിതെന്നും അവർ വ്യക്തമാക്കി. മറുവശത്ത് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിനായി സോനം വാങ്ചുക് പുറത്തിറക്കിയ പുതിയ കത്തിലെ വ്യവസ്ഥകൾ അദ്ദേഹത്തിന്റെ നിലപാടിലെ വലിയ അയവായും വിലയിരുത്തപ്പെടുന്നു. ജൂലൈ 18-ന് ജന്തർ മന്ദിറിൽ നിന്ന് മാറ്റപ്പെട്ട വാങ്ചുക് നിലവിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് നിരാഹാരം തുടരുന്നത്. ഈ ആഴ്ച ആദ്യം കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി വാങ്ചുകുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാനുള്ള ആവശ്യങ്ങളടങ്ങിയ കത്ത് വാങ്ചുക് പുറത്തുവിട്ടത്. തുടക്കം മുതൽ പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യമായിരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന നിബന്ധന വാങ്ചുകിന്റെ പുതിയ കത്തിൽ ഉണ്ടായിരുന്നില്ല. പകരം ജൂലൈ 20-ലെ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളോ പ്രതികാര നടപടികളോ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉറപ്പു നൽകണമെന്ന ആവശ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ വാങ്ചുക് തന്നെ സന്ദർശിച്ച കേന്ദ്രമന്ത്രിമാർ പ്രധാന രാജി എന്ന വിഷയവും പരിഗണിക്കാമെന്ന് വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. എങ്കിലും പ്രധാന ആവശ്യത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും വാങ്ചുക് പിന്നോട്ട് പോയത് സമരരംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ചിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിൽ വലിയ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരുന്നു. പോലീസുമായി ഉണ്ടായ തള്ളിക്കയറ്റത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ നിന്ന് ചോര വരികയും പിന്നീട് അദ്ദേഹത്തെയും മറ്റു മുതിർന്ന നേതാക്കളെയും പോലീസ് ബലപ്രയോഗത്തിലൂടെ റോഡിലൂടെ വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു.